ഒന്ന് കയറി പോകുന്നുണ്ടോ? ഇത് പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവാ. ആണുങ്ങൾ കുളിച്ചുകൊണ്ട് കരുതി ഈ അരുവി നീരാവിയായി പോകുന്നില്ലല്ലോ. വരൂ, വിരോധമില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് കുളിക്കാം. സൂക്ഷിച്ചു മതി. ഞാനിവിടത്തെ മൂപ്പന്റെ മോളാ. ഏത് മൂപ്പരുടെ? മൂപ്പരുടെ അല്ല, കാട്ടുമൂപ്പന്റെ. ഇതുപോലൊരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട്. എന്നെ കണ്ട ഏത് മൂപ്പന്റെ മകനാണെന്ന് പലരും ചോദിക്കാറുണ്ട്. എന്താ പേര്? സുഗന്ധി. അതാ നല്ല മണം. ഇതൊക്കെ ഒരു നിമിത്തമാണ് സുഗന്ധി. ഞാനിവിടെ വരാനും സുഗന്ധിയെ കാണാനും. ഇനി ഏതായാലും സുഗന്ധി നീരാട്ട് കഴിഞ്ഞു പോയാ മതി. കിണറും കുളിമുറിയും ഒന്നുമില്ല ഞങ്ങൾക്ക്. കുളിക്കാതെ പോവാനും പറ്റില്ല. എന്റെ ദേവാരം കഴിഞ്ഞു. എന്താ പേര്? കുട്ടികൃഷ്ണൻ. ഫോട്ടോഗ്രാഫറാ. 16നും 26നും ഇടയ്ക്കുള്ള സുന്ദരിമാരുടെ ഫോട്ടോസ് എടുക്കല എന്റെ ഹോബി. ഈ സീനറിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സുഗന്ധിയുടെ ചില ഫോട്ടോസ് ഞാൻ എടുത്തോട്ടെ? പക്ഷെ അതിനു മുമ്പ് കുട്ടികൃഷ്ണന്റെ പ്രാണൻ ഞാൻ എടുക്കും. അല്ല, കുട്ടികൃഷ്ണനെ എനിക്ക് പ്രാണനാണെന്ന് പറയായിരുന്നു. എന്ന് സുഗന്ധിയെ പോലെ സുന്ദരിമാരായ പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്ത് അതിങ്ങനെ വലുതാക്കി നിരത്തി വെച്ച് കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. കുട്ടികൃഷ്ണനെ പോലെ സുന്ദരന്മാരായ പുരുഷന്മാരുടെ തല വെട്ടിയെടുത്ത് മുന്നിൽ വെച്ച് ആ മുഖത്ത് പൗഡർ ഇട്ട് ചുമ്മാ ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്കും വലിയ ഇഷ്ടമാ. എന്തേ? ഒന്നുമില്ല, ഒരു ദാഹം പോലെ. എനിക്കുണ്ട് കുട്ടികൃഷ്ണ ദാഹം, തീരാത്ത ദാഹം. ഒന്ന് തെളിച്ചു പറ സുഗന്ധി, എന്തിനുള്ള ദാഹമാ? കുട്ടികൃഷ്ണന്റെ ചോര കുടിക്കാനുള്ള ദാഹം. അതെ, നിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കുടൽമാല പുറത്തെടുത്ത് കടിച്ചു കീറി ചോര കുടിക്കാനുള്ള ദാഹം. ആരാവ്? ആരാ? ചോറ് കൊണ്ടുവന്നെന്ന് പറഞ്ഞതാ. അതിനിങ്ങനെ വിളിക്കണോ? പേടിച്ചു പോയോ? ഇല്ല. മനുഷ്യ ശരീരം കീറി മുറിച്ച് ഹൃദയവും കരളും കുടലും ഒക്കെ പുറത്തെടുത്ത് കഴുകി മിനുക്കി വെക്കുന്ന ഡോക്ടറല്ലേ. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനാ? ചോറ് ഇന്നെന്താ ആഴ്ച? വെള്ളിയാഴ്ച. എന്റെ അമ്മോ, ഡോക്ടർ വന്ന് കേറിയ ദിവസം തന്നെ അത് സംഭവിച്ചു. എന്താ ഇപ്പൊ അത്? പറയാ, തെളിച്ചു പറയാ. വെള്ളിയാഴ്ചയാണ് പ്രേതങ്ങളുടെ ഉപദ്രവം കലശലാവും. എന്റെ ഭഗവതി, ഈ പാവത്തെ രക്ഷിക്കണേ. നമ്പൂരിയല്ലേ, ഓണയാഴ്ച കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ച കിടന്നോളുക. ഹായ്, പാവയ്ക്ക കൊണ്ടാട്ടം എനിക്ക് എന്ത് ഇഷ്ടമാണ്. എന്താ പേടിച്ചു പോയോ? ഞാൻ സ്നേഹിച്ചിരുന്നത് ഒരു നമ്പൂതിരി കുട്ടിയാ. അങ്ങേർക്ക് പാവയ്ക്ക കൊണ്ടാട്ടം വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ജഗദമ്മ, ഇവിടെ ഫാനിൽ കെട്ടി തൂങ്ങിച്ചപ്പ ജഗദമ്മ. വേറൊരുത്തി വന്നിരിക്കുന്നു. നീ ഏതടി? താലമേലു. എന്നെ അറിയില്ലേ? 3 ദിവസവും വാറ്റിച്ചടിച്ച താലമേലു. എന്നെ മനസ്സിലായില്ലേ? പൊന്നമ്മ, ഞാൻ പൊട്ടിത്തെറിച്ച് മരിച്ച പൊന്നമ്മ. നമ്മളിൽ ഐലാബീരി, കെട്ടിയോ കഴുത്ത് ഞെക്കിക്കൊന്നത് ഐലാബീരി. ഞങ്ങൾ ഹിന്ദു പ്രേതങ്ങളുടെ ഇടയ്ക്ക് മുസ്ലിം പ്രേതമായി നിനക്കെന്താടി കാര്യം? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ മനുഷ്യരുണ്ട്, ജാതിയുടെ മതത്തിന്റെ പേരും പറഞ്ഞ് തമ്മി തട്ട. അവിടെ പ്രേതങ്ങളെത്തിലും അതെല്ലാം പറഞ്ഞ് ഒറ്റ കെട്ടായി നിൽക്കണം. അത് ശരിയാ. എങ്കിലേ നമുക്ക് 4 പേർക്ക് കൂടി നമ്പൂതിയെ പങ്കിട്ടെടുക്കാൻ പറ്റും. അത് വേണ്ട, പുതിയ രീതി ഞാൻ കൊല്ലാം. അതൊക്കെ ശരി, രക്തം മുഴുവൻ കുടിച്ചു തീർക്കരുത്, ഞമ്മക്ക് കൂടി വേണം. ആദ്യം ഞാൻ കൊല്ലാം. ആരാ? ആരാന്ന്? ആരാ? ആരാ? ആരാ?
நம்ம ஊர் ஆச்சார பிரகாரம் 2 பேரையும் நாய்க்கோலம் கட்டி தெருவா நடத்தி எல்லாரோடும் மன்னிப்பு கேட்க வைக்கணும். നായ്ക്കോലോ? അതെന്താ? ഇതുവരെ നമുക്ക് കിട്ടാത്ത പുതിയ എന്തോ ഐറ്റാന്നാ തോന്നുന്നേ. ഭ്രാന്ത്. നൻപൻ, എന്നോട് ഉയർ നൻപൻ. ഞാൻ കാത്തിരിക്കായിരുന്നു. അല്ല, ഞങ്ങൾ വരാൻ വഴിയോ? ഏയ്, അവിടുന്ന് ഓടി എത്തണ്ടേ? ഞങ്ങൾ കാറിലാ വന്നത്. ഇതാണ് പത്രോസ് കുട്ടി. നമസ്തേ. ഇത് പെണ്ണിന്റെ അപ്പൻ. അല്ല, അപ്പൊ സാധനം ഇവിടെ? സാധനം ഇവരാരാ? മെക്കാനിക്കുകളാ, എന്റെ ഫ്രണ്ട്സാ. എന്റെ പേര് മത്തായി. അല്ല, ഞാനാ മത്തായി. അപ്പൊ ഞാൻ മുഹമ്മദ്. അകത്തിരിക്കാം. ആഹാ, തിരക്കകത്താണല്ലേ സാധനം. എടോ, അനാവശ്യം പറയരുത്. അയ്യോ, തെറ്റിദ്ധരിക്കരുത്. സാധനം ഒന്നും ഉദ്ദേശിച്ച ഒരു വണ്ടിയാ. ഓ, ടെമ്പോ. അതെ. ഈ സാധനം എന്നൊക്കെ പറഞ്ഞപ്പോ അതാ ഷെട്ടിലുണ്ട്. ഇതെന്താണ് വെട്ടും കുത്തും? ഇതെന്താ? കണ്ണാടി കൊള്ളാം. ഫോണിന്റെ പോയിന്റ് പോയി കിടക്കണേട്ടാ. ഒരു ഷേപ്പ് ഇല്ലാത്ത വണ്ടി. ഇതുകൊണ്ടാണ് നമ്മൾ ഷേപ്പ് മാറുമെന്നാണ് തോന്നുന്നത്. എടി പെണ്ണെ, എഴുന്നേറ്റ് എന്ന് മോഹമൊക്കെ ഒന്ന് കഴിയാൻ. അവരെന്നെ കാണാനേ വന്നെന്ന് തോന്നുന്നില്ല. കാണാനുള്ള സാധനം അവര് കാണുന്നുണ്ട്. പണിഞ്ഞാ നന്നാവും. പണിഞ്ഞെടുക്കണം. തന്നതായിരുന്നു പണിഞ്ഞാ മതി. അല്ല, ഞാനും കൂടാ. എന്തായാലും ഇപ്പൊ നമ്മളെ കിട്ടുമ്പോ എല്ലാം കഴിഞ്ഞു കിട്ടും. നമ്മള് പണിയുന്നവരിക്കും ഓരോന്ന്. ഇവര് പറയുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങള്. ശരിക്കും ലോഡ് കയറിയിട്ടുള്ള വണ്ടിയാണ്. അത് ശരിയാ, ശരിക്കും ലോഡ് കയറിയിട്ടുള്ള വണ്ടി. ഈ ചടാക്ക് സാധനം കിളവൻ ആശാന്റെ പട്ടിലേക്ക് വെക്കാനുള്ള പരിപാടിയാണ് കേട്ടാ. ഇവൻ മരുന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ ലക്ഷണമുണ്ട്. വർഷിച്ചാടുമ്പാക്കല്ലേ കുറച്ചും കൂടി ഡീസന്റ് ആണ്. ഹൗസിംഗിൽ ഒരു ചെറിയ തള്ളിച്ചുണ്ട്. നമുക്കൊന്ന് ട്രെയിൽ നോക്കിയാലോ? നോക്കാം. അതിന് അവര് സമ്മതിക്കോ? സമ്മതിച്ചില്ല, നമുക്ക് പറ്റില്ലാന്ന് പറയണം. അതെ. അല്ല, അകത്ത് വന്നിരുന്ന് ഇത്തിരി ചായ കാപ്പിയോ വെച്ചോ? ചായം കാത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഞാനേ ഹൗസിംഗ് ഒന്ന് നോക്കട്ടെ. ഹൗസിംഗ് ഒക്കെ പിന്നെ നോക്കാലോ. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ നോക്കണം. പിന്നെ അവസാനം വീട്ടിൽ കൊണ്ട് ചെന്നിട്ട് ഹൗസിംഗ് ഇല്ല അതില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിക്കും. എന്നാലും വണ്ടി മാത്രമല്ലോ പ്രധാന ചടങ്ങ്. അതൊക്കെ ഇവര് നോക്കട്ടെ. കുഞ്ഞുനാത്തേക്ക് വാ. ശരിയാ. സ്റ്റെയർ നാലും നോക്കണം. അതൊക്കെ ഞങ്ങൾ നോക്കണം. ആശം പോയി ചായയും പലഹാരമൊക്കെ കഴിച്ചിട്ട് വരാം. ഒരു പണി ചെയ്യാം. ഞാനും പോയി കാത്തു പിടിച്ചിട്ട്